ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ ഹൃദയത്തിന് ഒരു തകരാറുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ഓപ്പറേഷൻ ആവശ്യമാണ്. അപ്പൊ ഈ അമ്മ മകൾക്ക് എന്നും കഥ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ദൈവമുണ്ടെന്ന് എന്നും പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ എവിടെയാണ് അമ്മ ഈ ദൈവം എന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, മോളെ നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ ഈ സംഭവം ആ കുഞ്ഞിന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ഈ കുഞ്ഞിന്റെ ഒരു ഹാർട്ട് സർജറിക്ക് വേണ്ടി കയറ്റിയപ്പോൾ മകളും അമ്മയും തന്നെയായ ആ സമയത്ത് അമ്മയോട് പറഞ്ഞു, അമ്മേ ദൈവം എന്റെ ഹൃദയത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതേ മോളെ എന്റെ ഹൃദയം, നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ട്. അപ്പോൾ ഡോക്ടർ ഓപ്പറേഷന് തലേ രാത്രിയിൽ മോൾ എടുത്തിട്ട് മോൾക്ക് പേടിയുണ്ടോ? ഇല്ല, എനിക്കൊരു പേടിയുമില്ല. ഓക്കെ, മോള് ധൈര്യമായിരിക്കണം, നാളെയാണ് മോട്ടിന് ഹാർട്ട് ഓപ്പറേഷൻ. മോക്ക് എന്തെങ്കിലും ഡോക്ടറോട് ചോദിക്കാനുണ്ടോ? അപ്പൊ ഡോക്ടറോട് മോള് ചോദിച്ചു, ഡോക്ടറെ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. എന്താ മോളെ? നാളെ എന്റെ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യുമ്പോ ഡോക്ടർ എങ്ങനെയാ ഓപ്പറേഷൻ ചെയ്യുന്നത്? അത് ഹാർട്ട് ഓപ്പൺ തുറന്നാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യണം, എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ഹാർട്ടിനകത്ത് ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ പറയണേ. ആ കുഞ്ഞു മനസ്സിലെ ചിന്ത എങ്ങനെയായിരുന്നു? അമ്മ പറഞ്ഞത് അതേപടി വിശ്വസിച്ചു. ദൈവം അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഹാർട്ട് ഓപ്പൺ ചെയ്തു. നല്ല വൈദഗ്ധ്യമുള്ളൊരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തുറന്ന സമയത്താണ് ഡോക്ടർ മനസ്സിലാക്കുന്നത് ഈ കുഞ്ഞിന്റെ ഹാർട്ട് ഏകദേശം 90% അതിന്റെ പ്രവർത്തനം തീരാറായ അവസ്ഥയിലായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, ജോലിയോട് പറഞ്ഞു, ഇതൊന്നും ചെയ്യണ്ട, ചെയ്താൽ വിജയിക്കുകയില്ല. കുഞ്ഞ് അധികം നാൾ ജീവിച്ചിരിക്കില്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എളുപ്പം അത് ഓപ്പൺ ചെയ്ത പോലെ തിരിച്ച് അടിച്ചേക്കുക, നമുക്കൊന്നും ഇത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നിമിഷം ആ ഡോക്ടർ സ്തബ്ധനായി നിന്നുപോയി. പെട്ടെന്ന് കുഞ്ഞു പറഞ്ഞ ആ സംഭവം ഓർത്തു, ദൈവം എന്റെ ഹൃദയത്തിലുണ്ടോ എന്ന് നോക്കണേ. ഡോക്ടർ കണ്ണടച്ച് ഒരു നിമിഷം തന്റെ മാനുഷികമായ എല്ലാ കഴിവുകളും അവസാനിച്ചു എന്ന് തോന്നിയ ആ സമയത്ത് പെട്ടെന്നാണ് ജൂനിയർ ഡോക്ടർ പറഞ്ഞത്, ഡോക്ടറെ ഒരു മിറക്കൽ, ഒരു അത്ഭുതം അവിടെ സംഭവിച്ചിരിക്കുന്നു. ആ കുഞ്ഞിന്റെ ഹൃദയം നന്നായി ഇരിക്കുന്നു, ഇനി നമുക്കത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഓപ്പറേഷൻ വളരെ വിജയകരമായിട്ട് അവിടെ നടത്തുകയും കുഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്തു. ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് കുട്ടിക്ക് പോകേണ്ട ദിവസമായി. ആ സമയത്താണ് കുഞ്ഞ് പേടിച്ചോടിക്കാൻ, ഡോക്ടറെ അങ്ങളെ ഞാൻ പറഞ്ഞ കാര്യം കണ്ടായിരുന്നോ? എന്താ മോളെ, എന്റെ ഹൃദയത്തിൽ ദൈവം ഉണ്ടായിരുന്നോ? അപ്പൊ ഡോക്ടറെ കണ്ണു നിറഞ്ഞു പറഞ്ഞു, മോളെ നീ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തിൽ ദൈവമുണ്ട്, അതുകൊണ്ടാണ് നീ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഓപ്പറേഷൻ വിജയിച്ചത്. നടന്ന കാര്യങ്ങളൊക്കെ അമ്മയോടും അച്ഛനോടും ആ മകളോടും ആ ഡോക്ടർ പറയുകയും അങ്ങനെ ആ ഡോക്ടർ ദൈവത്തിൽ വിശ്വസിക്കുവാൻ ഇടയാകുകയും താൻ മാനുഷികമായി എത്ര വൈദഗ്ധ്യമുള്ള ഡോക്ടർ ആയിരുന്നാലും അതിൽ വിജയിക്കണമെങ്കിൽ ഒരു ദൈവം ഉണ്ടെങ്കിലേ കഴിയൂ എന്ന് ആ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ തകരുമെന്ന് തോന്നുന്ന സമയങ്ങളിൽ, ആരും നമ്മളെ രക്ഷിക്കാനില്ലെന്ന് തോന്നുന്ന സമയത്തിൽ, ആർക്കും വേണ്ട എന്ന് തോന്നുന്ന സമയത്തും നമ്മളെ നടത്തുന്ന, സഹായിക്കുന്ന, കരുതുന്ന ഒരു നല്ല ദൈവമാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് താങ്ങുവാൻ ചില കരങ്ങൾ ഇവിടെ ഉണ്ടായത്, അല്ലേ? ആണോ? അല്ലെ? എല്ലാ സമയത്തും നിങ്ങൾക്ക് കഴിക്കാനും ആശ്രയം, നല്ലൊരു ഷെൽട്ടർ ഇവിടെ കിട്ടി, അല്ലെ? നിങ്ങളെ സ്നേഹിക്കുന്ന ചില കരങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിക്കുവാൻ, അല്ലെ? പല മുഖങ്ങളും തിരിഞ്ഞ സ്ഥാനത്ത് നിങ്ങളെ നോക്കി ചിരിക്കുവാൻ, അമ്മേ അച്ഛ എന്ന് വിളിക്കുവാൻ എത്ര പേരെ ഇപ്പൊ വിളിക്കുന്നത്. വീട്ടിലാണെങ്കിൽ അംഗമുള്ളവരെ വിളിക്കത്തുള്ളൂ, അല്ലേ?